കേരള സർക്കാർ, കേരള സ്റ്റേറ്റ് IT മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് അവതരിപ്പിക്കും സേഫ് ടെക് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ. നമുക്കൊരുമിച്ച് ഒരു സുരക്ഷിത ഡിജിറ്റൽ കേരളം നിർമ്മിക്കാം. ഇനി നമുക്ക് മോഡ്യൂൾ 6 നോക്കാം. മുതിർന്ന പൗരന്മാർ. മുതിർന്നവരെ ടാർഗറ്റ് ചെയ്തുള്ള തട്ടിപ്പുകൾ ഇന്ന് വളരെ കൂടുതലായി വരുന്നുണ്ട്. മകന് ആക്സിഡന്റൽ ആയി, പെൻഷൻ നിർത്തും, ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള കോൾസ് ഇമോഷണലി ടാർഗറ്റ് ചെയ്തു പണം എടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാടുണ്ട്. പോലീസ്, ബാങ്ക്, സർക്കാർ എന്നു പേരിൽ വിളിക്കുന്ന കോൾസ് ഒന്നും നോക്കാതെ വിശ്വസിക്കരുത്. യഥാർത്ഥ അധികാരികൾ ഇങ്ങനെ ഫോണിൽ ഡീറ്റെയിൽസ് ചോദിക്കൂല. സംശയം തോന്നിയാൽ ഉടനെ cybercrime.gov.in റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 1930 വിളിച്ചു പറയുക. അത് നമ്മുടെ വീക്ക്നെസ് അല്ല, നമ്മുടെ സേഫ്റ്റിയാണ്. നമസ്കാരം. ഫോണിന്റെ സുരക്ഷ നമ്മളുടെ കൈകളിലാണ്. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ 2 പ്രധാന കാര്യങ്ങൾ ഓർമ്മിക്കാം. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ആപ്പ് സ്റ്റോർ. മോഡ്യൂൾ 6 ആറാമത്തെ കാര്യം പ്രായമായവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ വീട്ടിലെ മുത്തശ്ശന്മാരോട് ഇത് പറഞ്ഞു കൊടുക്കുക. AI വോയിസ് ക്യാം. ഇപ്പോൾ പുതിയ തരം തട്ടിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. AI വോയിസ് ക്യാം എന്ന് പറയും. വിദേശത്തുള്ള മകൻ്റെയോ മകളുടെയോ ശബ്ദത്തിൽ ഫോൺ വരും. അമ്മേ, ഞാൻ ഇവിടെ പെട്ടുപോയി, പോലീസ് പിടിച്ചു, ജയിലിലാണ്, വേഗം പണം അയക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയും. ഇത് കേൾക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് പേടിയാകും. പക്ഷേ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്തരം കോൾ വന്നാൽ പേടിക്കരുത്. ഫോൺ കട്ട് ചെയ്തിട്ട് മകൻ്റെ സ്വന്തം നമ്പറിലേക്ക് വിളിച്ച് കാര്യം തിരക്കുക. പെൻഷൻ സ്കാംസ്. മറ്റൊന്ന് പെൻഷൻ തട്ടിപ്പ്. പെൻഷൻ കിട്ടില്ല, ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, KYC അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന കോളുകളും വിശ്വസിക്കരുത്. സർക്കാർ ഓഫീസിൽ നിന്നും ആരും നിങ്ങളെ വിളിച്ച് OTP ചോദിക്കില്ല. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ തട്ടിപ്പ്. നിങ്ങളുടെ കറണ്ട് ബിൽ അടച്ചില്ല, ഇപ്പോൾ കറണ്ട് പോകും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നാൽ ഇത് കണ്ട് ഉടനെ ആ നമ്പറിലേക്ക് വിളിക്കരുത്. KCB ഓഫീസിൽ പോയി തിരക്കുക. മെഡിക്കൽ സ്കാമേഴ്സ്. ഓൺലൈനിൽ മരുന്ന് വാങ്ങുമ്പോൾ സൂക്ഷിക്കുക. വളരെ വില കുറച്ച് മരുന്ന് തരാം എന്ന് പറയുന്ന ഫേക്ക് വെബ്സൈറ്റുകളുണ്ട്. നല്ല വെബ്സൈറ്റ്സ് മാത്രം ഉപയോഗിക്കുക. പ്രായമായവർക്ക് വേണ്ടി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. നോട്ട് ചെയ്യുക: 145667. ഇതൊന്നുകൂടെ പറയാം: 145667. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായം കിട്ടും.